ഒരു ചായ എടുത്തോ? അല്ല ഏലത്തിരി ചായ ഇട്, ഞാൻ എടുക്കാം. അയ്യോ അയ്യോ വേണ്ട വേണ്ട, ചായ ഇപ്പം വീട്ടിൽ നിന്ന് കുടിച്ചോളൂ. അതെ വേണ്ട വേണ്ട, ചായ വേണ്ട. എങ്ങനെയുണ്ട് അച്ഛപ്പാ കച്ചവടം? എന്താ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നില്ല. ആണോ? പക്ഷെ അപ്പുറത്ത് നല്ല ആളുണ്ടല്ലോ. ആ അവിടെ നല്ല ആളുണ്ട്, കോയയുടെ കടയിൽ. എല്ലാരും അങ്ങോട്ട് പോവാപ്പഴേ. ആ സ്റ്റാഫൊക്കെ എന്തെങ്കിലും മേശപ്പുറത്ത് കയറിയിരിക്കണം, ആരെങ്കിലും വരുമോ ഇതൊക്കെ? ഞാൻ ആ കഴുതരടുത്ത് പറഞ്ഞതാണ് അതിന്റെ മുകളിൽ ഇരിക്കരുതെന്ന്. ഒന്ന് ഇറങ്ങ ഉണ്ണി അതിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്. എല്ലാത്തിന്റെ വാക്കിൽ നൂര വേണ്ട. അതെ, നിങ്ങൾ രണ്ടുപേരും പിറകിൽ അടുക്കളയിൽ പോയിരുന്നേ, വൃത്തിയും മെനയില്ലാതെ വാതിക്ക് വന്നിരുന്ന അതിന് കച്ചവടം ഉണ്ടാണോ? ആ പ്യാരിയെ, എന്താ പിന്നെ കടയുടെ കാര്യം പറഞ്ഞു രാവിലെ? ആ അച്ഛൻ ഞാൻ ശരിക്കും ആലോചിച്ച്, അച്ഛനിപ്പോ ഈ കട നടത്തിയിട്ട് ഇതിന്റെ കറണ്ട് കാശും വാടകയും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എവിടെ കൊടുക്കാൻ പറ്റണം? ഇതൊരു ഏർപ്പാട്, അങ്ങനെ നടന്നു പോകണമെന്ന് മാത്രം. ഇപ്പൊ നമ്മള് പണിയെടുക്കണ പൈസയാണ് അവന്മാർക്ക് ശമ്പളമായിട്ടും കൊടുക്കണം. ഈ ഇരിപ്പിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ കട ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ രാത്രി, ആ പരിപാടി അങ്ങോട്ട് തുടങ്ങാം. എടാ അപ്പൊ ഈ വീട്ടിനൊക്കെ പറഞ്ഞു വിടേണ്ടി വരില്ലേ? എന്തിന്? ഇവര് കൂടെ നിന്നോട്ടെ. ഈ ഉണ്ണിയും സുതിയൊക്കെ ഉണ്ടാക്കണ ചീഞ്ഞ ഫുഡ് മതി. അപ്പൊ ആള് വരില്ലല്ലോ. ആളുകൾ ക്യൂ നിന്ന് മേടിക്കണ ഞാൻ കാണിച്ചു തരാന്ന്. അച്ഛൻ നമ്മള് മലയാളികളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വിദ്യ എൻ്റെ അടുത്തുണ്ടെന്ന്. അവർക്ക് വൃത്തി വേണമെന്നില്ല, നല്ല ഫുഡ് വേണമെന്നില്ല, അവരെ എത്തിക്കാനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. അച്ഛൻ ഇവിടെ വിളമ്പണ ചീഞ്ഞ ചിക്കൻ കറിയും വളിച്ച പഴംപൊരി ഒക്കെ തന്നെ മതി. ആളുകൾ ക്യൂ നിൽക്കും നമ്മുടെ കടയിൽ. അതേണ്ട, സുഗതനും ഭാര്യയാണ് പോണത്. കോപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു പോകില്ല. ഇവിടുന്ന് ചായ പിടിച്ച് പോയിട്ട് 16:50 ഇപ്പോഴും പറ്റി തരാൻ ബാക്കിയാ. ഇപ്പോൾ ഒരു പടം പിടിക്കില്ല. ഇപ്പൊ നേരെ കോയയുടെ കടയിൽ പോവാണ്. അപ്പൊ എന്നാ വയറുണ്ടല്ലോ, അത് ഇവിടുത്തെ പുട്ടും മുട്ടക്കറി തിന്നതാ. എല്ലാത്തിനും ഇവിടെ വരുത്തി തരും. ഇവന്മാരൊക്കെ നമ്മുടെ കടയിൽ ക്യൂ നിൽക്കും. ഞാൻ പറഞ്ഞ ഐഡിയ ചെയ്ത് വെച്ചാൽ മതി. അച്ഛൻ എൻ്റെ കൂടെ നിൽക്ക്. ഇത് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഇവര് കൂടെ നിന്നോട്ടെ. ആഹാ ഉണ്ണി, രണ്ടുപേരും കൂടി പോയി ആ പാത്രമൊക്കെ കഴുകി റെഡിയാക്കി വെച്ചേ. ഇവിടെ നിർത്തേണ നമ്മള്. ആ അല്ല എന്തപ്പം ഇന്ന് പൊറോട്ടയ്ക്ക് ബിരിയാണി അല്ലേ ഞങ്ങള് കഴിക്കല്? തോന്നിയോ? അതെ, കഴിഞ്ഞാലൊരു മോനെ ഒരു ബിരിയാണി പാർസൽ കൊടുക്കുക ചേച്ചി കേട്ടോ. അതിന്റെ കായ് കൊടുക്കണ്ട. ആ അത് കൊടുക്കാൻ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണ്. എന്താ നമസ്കാരം. ഇന്നലെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. 1.5 സീറ്റൊക്കെ പിടിച്ചിട്ടാണ്. ബാബാ നല്ല ഭക്ഷണം. ഞാനേ എന്താ വെച്ചാല് ഞാൻ നിങ്ങളെ ഇന്നലെ കാത്ത് ഇന്നലെ 7 മണിക്ക് വരും എന്ന് പറഞ്ഞല്ലോ. ഇന്നലെ ഭയങ്കര തിരക്കായി പോയി. അപ്പൊ ഞാൻ സീറ്റൊക്കെ പിടിച്ചിടാൻ പറഞ്ഞു കുട്ടികളുണ്ട്. പിന്നെ നിങ്ങളെ കണ്ടില്ല. ഉച്ചകൾക്ക് എന്താ ഉണ്ട്? ബിരിയാണി അല്ലേ? സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണി ആയിക്കോട്ടെ മേഡത്തെ. സാറിന് ചോറല്ല, ഇവിടെ ബിരിയാണിയാണ്. അതെ എന്താ വെച്ചാൽ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ട്, നെയ്ച്ചോറുണ്ട്. എന്താ വെച്ചാ പറഞ്ഞോളേ. സ്പെഷ്യൽ ബിരിയാണി മോനെ ഒരു 2 സ്പെഷ്യൽ ബിരിയാണി കേട്ടോ. മറിമായം